ഹലോ, ടുഡേ ഈസ് January 28, 2026. എന്തോ ഇന്നലെ ഉറക്കത്തിൽ ഫുള്ള് ഇന്ന് വാവ വരുന്നൊരു തോന്നലായിരുന്നു. രാവിലെ ചെറിയൊരു ബ്ലീഡിങ് വന്നുകൊണ്ട് തന്നെ ഞങ്ങൾ മിഡ് വൈഫിനെ വിളിച്ച് നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടെ ചെന്ന് വൈറ്റൽസ് എല്ലാം നോക്കിക്കഴിഞ്ഞപ്പോൾ എല്ലാം നോർമലാണ്. ഇന്ന് കുഴപ്പമൊന്നുമില്ല. ഈ ദിവസങ്ങളിലായിട്ട് ബേബിനെ എക്സ്പെക്റ്റ് ചെയ്യാം എന്നാണ് അവർ പറഞ്ഞത്. ഇന്ന് ശരിക്കും എനിക്ക് സെർവിക്കൽ എക്സാമിനേഷൻ പറഞ്ഞ ഡേറ്റ് ആയിരുന്നു. പക്ഷെ ബ്ലീഡിങ് വന്ന കാരണം കൊണ്ട് നമ്മൾ നേരത്തെ ഹോസ്പിറ്റലിൽ വന്നതാണല്ലോ. അപ്പോൾ ഉച്ചയ്ക്ക് ചെയ്യേണ്ട സെർവിക്കൽ എക്സാമിനേഷൻ അവർ ഇപ്പോൾ ഹോസ്പിറ്റലിൽ വന്നുകൊണ്ട് ഇപ്പോൾ ചെയ്യാമെന്ന് പറഞ്ഞു. അത് ചെയ്ത് നോക്കിക്കൊണ്ട് മാത്രമാണ് എനിക്ക് 4 to 5 centimeter ഡയലേറ്റ് ആയിട്ടുണ്ടെന്ന് അറിഞ്ഞത്. പക്ഷേ കോൺട്രാക്ഷൻ പെയിനൊന്നും വരാത്ത കാരണം കൊണ്ട് അവർ വീട്ടിലേക്ക് പോയിക്കോളാൻ പറഞ്ഞു. വീട്ടിൽ വന്ന് ഒരു ഉച്ചയൊക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ചെറിയ പെയിനൊക്കെ വന്നു തുടങ്ങി. അങ്ങനെ നമ്മൾ പിന്നെയും ഹോസ്പിറ്റലിലേക്ക് പോയി. നാട്ടിലെ പോലെ നമുക്ക് എന്തെങ്കിലും പെയിൻ വന്ന് അല്ലെങ്കിൽ ബ്ലീഡിങ് വന്ന് അപ്പം തന്നെയൊന്നും ഇവിടെ അങ്ങനെ നമ്മൾ അഡ്മിറ്റ് ചെയ്യില്ല. പ്രോപ്പറായിട്ടുള്ള കോൺട്രാക്ഷനും ഡൈലേഷനും വന്നാൽ മാത്രമേ അവർ നമ്മളിവിടെ അഡ്മിറ്റ് ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പോയി കഴിഞ്ഞാൽ നേരെ തിരിച്ച് വീട്ടിൽ വരുമെന്ന് ഞാൻ വിചാരിച്ചു. ഇതാണ് നമ്മുടെ ലേബർ റൂം. നമ്മളെ ഇവിടെ അഡ്മിറ്റ് ചെയ്തു ഗൈസ്. ഞാൻ വിചാരിച്ചത് വീട്ടിലേക്ക് തിരിച്ചു വിടുമെന്നാണ്, പക്ഷെ വിട്ടില്ല. സത്യം പറഞ്ഞാൽ ബാത്ത് ടബ് റിയലി ഹെൽപ്പ് വിത്ത് ദ കോൺട്രാക്ഷൻ. അങ്ങനെ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ എന്തായാലും ചെയ്തോളൂ. വീട്ടിലേക്ക് ചിപ്സ് വേണമെന്ന് വെച്ചു. ചിപ്സ് വേണമെന്ന് പറഞ്ഞു. അവര് ചോദിച്ചത് ഐസ് ചിപ്സ് ആയിരുന്നു ഗൈസ്. Breathing. Time thank you. ഇതില്ല ആപ്പിളില്ല. Breathing. ഇല്ല. എന്താ? ക്യാമറയിലേക്ക് നോക്കി. ഇപ്പം സമയം രാത്രി ഒരു 9:30-10 മണിയായി. ഈ ടൈമിൽ എനിക്കിങ്ങനെ കോൺട്രാക്ഷൻ പെയിൻ വന്നും പോയൊക്കെ ഇരിക്കുന്നുണ്ട്. നല്ല പെയിൻ വരും. നല്ല പെയിനിലൊക്കെ എന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തത് ബ്രീത്തിങ് ആണ്. നമ്മളത്ര നിസ്സാരക്കാരനായിട്ട് കണ്ടിരുന്ന ഈ ബ്രീത്തിങ് ഇത്രയും പവർഫുള്ളാണെന്ന് ഇന്നാണ് ഞാൻ ശരിക്കും മനസ്സിലാക്കിയത്. ഓൾമോസ്റ്റ് ഒരു 20 hours കഴിഞ്ഞെങ്കിൽ എനിക്ക് 8 centimeter മാത്രമേ ഡയലേഷൻ വന്നായിരുന്നുള്ളൂ. ഈ ഒരു പോയിന്റിൽ എൻ്റെ ബോഡി ശരിക്കും ടയേർഡായിരുന്നു. അത്ര പറ്റാതാവുകയാണെങ്കിൽ മാത്രം എപ്പിഡ്യൂറൽ എടുക്കുള്ളൂ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു പോയിന്റിൽ നമ്മുടെ മിഡ് വൈഫ് നമുക്ക് എപ്പിഡ്യൂറൽ റെക്കമെൻഡ് ചെയ്തു. നമ്മളത് ആ ഓപ്ഷനിലേക്ക് തന്നെ പോയി. പക്ഷേ എപ്പിഡ്യൂറൽ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ബേബിയുടെ ഹാർട്ട് ബീറ്റ് നേരെ നന്നായി താഴത്തേക്ക് പോയി. എൻ്റെ BP യും നന്നായി കുറഞ്ഞു. ഇങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളൊന്ന് നന്നായി പേടിച്ചു. അതുകൊണ്ട് മിഡ് വൈഫ് ഡോക്ടറും കൂടെ നമുക്ക് 2 ഓപ്ഷൻ തന്നു. ഡയറക്റ്റ് C-സെക്ഷൻ അല്ലെങ്കിൽ വാട്ടർ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്നും ആയില്ലെങ്കിൽ C-സെക്ഷനിലേക്ക് പോകാമെന്ന് പറഞ്ഞു. വാട്ടർ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എല്ലാം ബാക്ക് ടു നോർമലായി. സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടു. അങ്ങനെ January 29 കാത്തിരുന്ന് വാവ വന്നു. ഇതൊരു സ്വപ്നമാണോ അല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഭയങ്കര ബ്ലെസ്ഡ് മൊമെൻ്റ് ആയിരുന്നു അത്. വാവയ്ക്ക് റെസ്പിറേറ്ററി ഇഷ്യൂ ഉണ്ടായി. അത് കാരണം കൊണ്ട് വാവനെ നേരെ തന്നെ ICUവിലേക്ക് കൊണ്ടുപോയി.
വാവ അങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നെഞ്ച് നേർന്നു പോവും. നോർമൽ ഡെലിവറി ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ അന്നത്തെ ദിവസം അല്ലെങ്കിൽ പിറ്റേ ദിവസം നമ്മൾ ഡിസ്ചാർജ് ചെയ്യും. പക്ഷേ ഇങ്ങനെ കുറച്ച് ഇഷ്യൂ ഉള്ള കാരണം കൊണ്ട് നമ്മളൊരു 5 ഡേയ്സോളം ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു. അവിടെ വെച്ച് വാവനെ കുളിപ്പിക്കണത് എങ്ങനെയാണെന്നും ഡയപ്പർ ചേഞ്ച് ചെയ്യാൻ നാത്തൂനെ പഠിപ്പിക്കുകയും എല്ലാവരും അവർ ചെയ്തു. ഇങ്ങനെ ഉറങ്ങല്ലേ? അങ്ങനെ ബാ പാല് കുടിക്കാം നമുക്ക്. കിട്ടി. Yeah.